കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ രണ്ടാമത്തെ വിദേശ സൈനിങ് മുൻ PSG താരം കെവിൻ യൂക്ക് ആളെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ടീമിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് യെസ് ഹീസ് ഇംപ്രസീവ് ഫോഴ്സ്. ആള് അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഡബിൾ ടക്കർ എഞ്ചിൻ തന്നെയാണ് ആള്. വിങ്ങിലൂടെ അതിവേഗം പന്തുമായി കുതിക്കുന്ന കാര്യം പുള്ളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ആള് ഒരൊറ്റ വിങ്ങിന്റെ മാത്രം അധിപനാവാനല്ല, രണ്ട് വിങ്ങുകളിലും ഒരുപോലെ പന്തുമായി കുതിക്കാൻ ശേഷിയുള്ള താരത്തിന്റെ ചാട്ടുള്ളി പോലെയുള്ള മൂവ്മെന്റുകൾ എതിരാളികളുടെ പ്രതിരോധത്തിനെ കീറി മുറിക്കും എന്ന് തീർപ്പാണ്. അത്യാവശ്യം മസിൽ മാസും കൂടിയുള്ള താരമായതുകൊണ്ട് തന്നെ എതിരാളികളുടെ പ്രതിരോധത്തിന് ആളിനെ പിടിച്ചു വലിച്ചിടാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് രണ്ട് കാലുകൾ കൊണ്ടും ഒരുപോലെ ഷൂട്ട് തീർക്കാൻ ആളിന് കഴിയുന്നത് കൊണ്ട് കുറച്ച് അൺപ്രൊഡക്റ്റീവായിട്ടായിരിക്കും ആളിന്റെ നീക്കങ്ങളും കളിക്കളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ അതിന്റെ സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കളിച്ച വേദികളെല്ലാം നല്ല കോമ്പറ്റീഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ വലിയ സ്റ്റാറ്റ് നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പോലും ആൾ അത്യാവശ്യം മികച്ച തന്നെയാണ്. കാരണം നമ്മുടെ ദിമിത്രിയോസ് ഡീമന്റക്കോസ് ഒക്കെ കളിച്ച് തെളിഞ്ഞ ലീഗിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിലും കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിന് സെറ്റാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് തരുന്നുണ്ട്. ആളിന്റെ ഫുട്ബോൾ അക്കാദമി കരിയർ തുടങ്ങുന്നത് ഫ്രഞ്ച് വമ്പന്മാരായിട്ടുള്ള PSG-ക്കൊപ്പമാണ്. അതുകൊണ്ട് ബാല്യത്തിൽ തന്നെ അത്യാവശ്യം നല്ല അക്കാദമിയിൽ പ്രവേശിച്ച് പരിശീലനം നേടിയത് കൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ആളിനുണ്ടായിരിക്കും. ആള് അസാമാന്യമായിട്ടുള്ള ബോൾ കൺട്രോളാണ്. അത് രണ്ട് കാലം കൊണ്ടും ആളിന് നല്ലതായിട്ട് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആളിൻ്റെ ഒരു കരിയറിനെ കുറിച്ച് പറയാനും ഫിസിക്കിനെ കുറിച്ച് പറയാനുമാണെങ്കിൽ ആളിന് 182 സെന്റിമീറ്റർ ഉയരമുണ്ട്. നല്ല മസിൽ മാസുള്ള പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാദങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ പന്ത് കൺട്രോൾ ചെയ്യാനുള്ള മികവും കൂടിയാകുമ്പോൾ തീർത്തും അപകടകാരിയായിട്ട് മാറാൻ ഈ ഒരു താരത്തിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്രീസിലെയും ഫ്രാൻസിലെയും ഒക്കെ ലീഗുകളിൽ കളിച്ച് വളർന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസും ഉണ്ട്. എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം 2024-25 സീസണിൽ ഗ്രീക്ക് സൂപ്പർ ലീഗിൽ കളിക്കുന്ന ലെവാഡിയാക്കോസ് FC-ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. അതിനുശേഷം ചാനിയയ്ക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. PSG-യുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന താരം അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുവരെ 84 സീനിയർ മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകളും 13 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്റ്റാറ്റ് 7 ഗോളും 13 അസിസ്റ്റും എന്നൊക്കെ പറയുമ്പോൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ആള് കളിച്ച അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഏരിയയിലാണ്. അവിടെ അത്യാവശ്യം ഗോൾ അടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും നോക്കണ്ട. ഇവാൻ ബുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ട് വന്ന ആദ്യ സീസണിൽ പുള്ളിയുടെ വജ്രായുധങ്ങളിൽ ഒരാളായിരുന്നു നമ്മുടെ ആൽവരോ വാസ്കസ്. അന്ന് സ്പാനിഷ് ലീഗിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹം ആ മുന്നത്തെ സീസണിൽ ആകെ 2 ഗോളാണ് 23 മത്സരങ്ങളിൽ നിന്ന് എന്തോ നേടിയത്. സോ ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ അളക്കരുത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കയറി മെഴുകാനും മേയാനുമുള്ള കപ്പാസിറ്റി ആളുണ്ട്. കൈൻഡ് ഓഫ് വാട്ടർ ബഫല്ലോ ബൈസൺ അറ്റാക്ക് എതിരാളികളുടെ പ്രതിരോധത്തിൽ നടത്താൻ ഈ ഒരു കെവിൻ യോക്ക് എന്ന താരത്തിനെ കൊണ്ട് കഴിയും. സോ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് ഒരു അസറ്റ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.